അപ്പോൾ ഈ ടൈൽ തേടിയാണ് നമ്മുടെ 220 സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം മൾഗാർഡ് കട്ട് ചെയ്ത് കണ്ട അത് ഷേപ്പായി റെഡി ചെയ്തല്ലേ. അത് ഇങ്ങനെയാണ് നമ്മൾ ടൈൽ തേടി സെറ്റ് ചെയ്യണം. സംഭവം അടിപൊളി സ്ട്രോങ് ആണ് കേട്ടോ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ കുറേ ആൾക്കാർ പരാതിയായിരുന്നു കേട്ടോ. വണ്ടിയിൽ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടും നമ്മളെ ടൈൽ തേടി ഇപ്പോഴും സെറ്റ് ചെയ്യാത്ത എന്തെന്ന്. ഞാൻ മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ലോങ് റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണോണ്ടാണ് ടൈൽ മാറ്റി പിന്നെ ഈ ഒരു മൾഗാർഡ് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പം ഇന്ന് നമ്മളെ ടൈൽ തേടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം സാധാരണ ക്ലാമ്പ് അടിച്ച് വയ്ക്കുകയല്ല, ഇത്തിരി പൈസ മുടക്കി വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 700 രൂപ ആയത്. ഇതിപ്പോൾ ഇവിടെ അടുത്തുള്ള കല്ലമ്പലത്തെ ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് 700 രൂപയ്ക്കാണ് കിട്ടിയത്. ഞാൻ നോക്കിയപ്പോൾ 2 പീസാണ് ഇരുന്നത്. അതിൽ ഒരു പീസ് ഞാൻ എടുത്ത്. ഇനിയിപ്പോൾ ഉണ്ടാകുന്നോ എനിക്ക് അറിയത്തില്ല. ഞാൻ നമ്പർ എന്തായാലും താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ ടൈൽ തേടിയാണ് നമ്മളെ 220 സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് സെറ്റ് ചെയ്യുന്ന ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പാർക്ക് ലൈറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പം കാണാനും കുറച്ച് ലുക്കായിരിക്കും നമ്മളെ പറ്റി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അത് ഇൻഡിക്കേറ്റർ വയ്ക്കാനുള്ള ഹോൾഡറാണ് അത് കേട്ടോ. ഇത് നമുക്ക് ലൂസാക്കാൻ ടൈറ്റ് ചെയ്യാം. നമുക്ക് അകത്തോട്ടും മേലോട്ടും എല്ലാം ആക്കാം. അതൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ടൈൽ തേടി എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ 220 സെറ്റ് ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോ. അതിനുമ്പോൾ ഈ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കി ഒന്ന് കട്ടൊക്കെ ചെയ്ത് ലെവൽ ചെയ്യണം. അപ്പോൾ ബേക്കൊക്കെ വായിച്ചിട്ട് നമുക്ക് വരാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ബേക്കിൽ മൾഗാർഡ് നമ്മൾ ഫുള്ള് ഊരിയെടുത്ത് ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ലൈൻ ഇട്ടിട്ടുണ്ടോ, 3-4 ലൈൻ ഇട്ടിട്ടുണ്ടോ. ഏറ്റവും മുകളിൽ തന്നെ കറക്റ്റ് ലൈനായത്. അപ്പോൾ ആ ലൈൻ വെച്ച് ഇതിൻ്റെ ഈ ഹോളിൻ്റെ അടിയിൽ ചേർത്ത് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷീറ്റ് നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ വയ്ക്കണം. അല്ലെങ്കിൽ ചെളിയൊക്കെ കയറി സോക്കറ്റിൻ്റെ അതൊക്കെ വെള്ളം കയറി അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ഭാഗം ഫുള്ള് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇവിടെ കട്ട് ചെയ്ത പീസ് എൻ്റെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാമല്ല. അതുകൊണ്ട് ഒറിജിനൽ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ചെയ്യാനായിട്ട് നിങ്ങൾ ആക്സറിൽ ഇടാം, അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചൊക്കെ കട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഷേപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഈ പിച്ചാതിക്ക് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. കുറച്ച് നേരം പാട് ഇടേണ്ടി വരും. ഒരു ചെറിച്ച് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കണം. അതിലാണ് കാര്യം. കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പം മൾഗാർഡ് കാട്ടാ കട്ട് ചെയ്ത് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് കേട്ടോ കട്ട് ചെയ്താൽ. അതൊക്കെയറിയുന്ന പിച്ചാത്തി കത്രിക എല്ലാം പിച്ചാത്തിയും വെച്ചേക്കാണ് കട്ട് ചെയ്ത് സൂപ്പർ ആക്കിയത്. എന്താ ലെവലായില്ലേ, അടിപൊളിയാക്കി. ഓക്കെ, അപ്പോൾ ഈ വർക്ക് കഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർക്കിലോട്ട് നമുക്ക് പോകാം. അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ബേക്ക് കട്ട് ചെയ്ത മൾഗാർഡില്ലേ, ഈ മൾഗാർഡിൻ്റെ ബേക്കിൽ നമ്മൾ ഈ ടൈൽ തേടിയുടെ ഈ ഒരു ബേക്ക് പോഷൻ ഇളക്കിയെടുത്തായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു പീസ് വരുന്ന പോഷൻ ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം ഇതിൻ്റെ അകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ജസ്റ്റ് വേണം ലെവൽ ചെയ്ത് വെച്ച് സെൻറ്റർ ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. ഉണ്ട്, അപ്പം ഞാൻ മാർക്ക് ചെയ്ത് ഞാൻ ഈ പേന വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് സെൻറ്റർ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത്. അപ്പോൾ ഈ ഒരു ചതുരഭാഗത്തിലായിട്ടാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഇത്രയ്ക്ക് ചതുരത്തിന് കട്ട് ചെയ്തെടുക്കണം. അതാണ് ഇനി അടുത്ത ജോലി. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിച്ചാത്തേക്കിട്ട് പയ്യെ വരച്ച് വെച്ച് ലെവലിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മൾഗാർഡ് ഹോൾ ഇട്ടാ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കയറാൻ വേണ്ടിയിട്ടാണ് ഹോൾ ഇട്ടാൽ കറക്റ്റായിരുന്നു കേട്ടോ. കറക്റ്റ് ഹോളായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി പരിപാടികളിട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഹോൾ ചെയ്ത മൾഗാർഡ് നേരത്തെ ഇരുന്ന ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇവിടെ ഹോൾ നമുക്ക് ഇവിടുത്തെ വഴി കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ ടൈൽ തേടി ഈ ഒരു ഹോളിൻ്റെ അകത്തുകൂടെ വേണ്ട കറക്റ്റ് വീഴും. ഓക്കെ, ഇതിനൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ഇതിനൊക്കെ ആയിരിക്കും. ബാക്കി കിറ്റിലെല്ലാം വെച്ചാൽ കറക്റ്റ് അറിയിക്കോളൂ. ഹോൾ ഭാഗത്ത് നിന്ന് ടൈറ്റ് ചെയ്യാൻ വേറെ ക്ലാമ്പുകളൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ 2 രീതി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വെൽഡിംഗ് ഒന്നും ചെയ്യാതെ ഇവിടെ ഒരു CNകത്ത് ക്ലാമ്പ് സെറ്റ്, ഇവിടെ ഒരു CNകത്ത് ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എൽ ക്ലാമ്പ് ഇവിടെ നിന്ന് എൽ ക്ലാമ്പ് ഇങ്ങോട്ട്, അവിടെ നിന്ന് എൽ ക്ലാമ്പ് ഇങ്ങോട്ട്, അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എത്രത്തോളം സ്ട്രോങ് ആവുന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ക്രൂവിൻ്റെ ബലത്തിൽ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ച് കുറച്ച് കട്ടറൊക്കെ ചടം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കുലുക്കും കാര്യങ്ങളൊക്കെ വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു പട്ടയിൽ ഇതുപോലെ കുറേ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ സെൻറ്ററിൽ ഇനി കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഇനിയിപ്പോൾ ഈ ഒരു പട്ട ഈ ഒരു ബേക്കിലത്തെ ഈ ചേസിൻ്റെ ഇവിടെ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ വെൽഡിങ് വീഡിയോ ഒക്കെ നമുക്ക് വെൽഡിങ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കാണാം.
ഗൈസ് അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത് പിടിച്ച ക്ലാമ്പിൻ്റെ അറ്റത്തൊക്കെ ജസ്റ്റ് സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ച് ജസ്റ്റ് ഒന്ന് ലെവലൊക്കെ ചെയ്ത് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊക്കെയാണ് ക്ലാമ്പ് സെറ്റ് ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഈ വെൽഡിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ട് എടുക്കാം. ഇതാണ് കണക്ക് ക്ലാമ്പൊക്കെ വെച്ച് ഒരു എൽ ക്ലാമ്പൊക്കെ വെച്ച് ഇതിനൊക്കെ ആക്കി എടുക്കാം. അപ്പോൾ വെൽഡ് ചെയ്ത് എടുത്തേട്ടാ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ ഇൻഡിക്കേറ്റർ കണക്ഷനൊക്കെ ഞാൻ കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഈ മൾഗാർഡ് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ മൾഗാർഡും കൂടെ സെറ്റ് ചെയ്യാൻ നേരത്ത് ആ ഒരു സെൻറ്ററിൽ വെട്ടുണ്ട്, ആ ഒരു വെട്ടിൻ്റെ ഭാഗത്ത് ഈ ഹോളും വന്നിരിക്കും. ഇപ്പോൾ നമുക്ക് ടൈൽ റെഡി കയറ്റാനും കുറച്ച് എളുപ്പമാവും. ഈ ക്ലാമ്പിൻ്റെ മുകളിൽ നമ്മൾ ടൈൽ റെഡി വരുന്ന ആ ഒരു മുകളിലത്തെ പീസുണ്ട്, ആ പീസ് ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം. ഓക്കെ, ആ ടൈറ്റ് ആയിട്ട് വരാം. അപ്പോൾ മുകളിൽ നമ്മൾ ഈ ടൈൽറ്റയുടെ ക്ലാമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ എന്തെങ്കിലും അളവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മൾഗാർഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഈ ഒരു ഹോള് വരുന്നത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററായിട്ട് വരും. വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ 2 കൈയും ഫ്രീ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാത്രം കാണിച്ചു തരണം. ഓക്കെ, അപ്പോൾ മൾഗാർഡും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് നോക്കാൻ നേരത്ത് ഈ ഒരു ഹോളിൽ കൂടെ നോക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റ് സെൻട്രലത്തെ 2 ബോൾട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയ അളവ് വ്യത്യാസമുണ്ട്. അപ്പം ജസ്റ്റ് നമുക്കിപ്പോൾ ഞാൻ ലൂസാക്കി ഇട്ടിരിക്കില്ലേ, അപ്പോൾ ആ ലൂസാക്കിയ ഈ ഒരു ക്ലാമ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് സെൻറ്ററാക്കി വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന ടൈൽറ്റ് എടി എന്താണ് ഇതിൻ്റെ അടിവശത്തൂടെ തന്നെ കയറ്റാം. ഉണ്ട്, ആ ഒരു ഹോളിൽ കൂടെ കയറ്റി മുകളിൽ നമുക്ക് ഈ ചെറിയ ബട്ടൺ വരും. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ടാണ് ഇരിക്കണം. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു അലങ്കി ബോൾട്ടാണ് കേട്ടോ. ഈ ഒരു അലങ്കി ബോൾട്ട് ഇട്ട് നമുക്ക് ഈ ഒരു ടൈറ്റ് ചെയ്താൽ ടൈറ്റിലയുടെ വർക്കൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതിന് മുമ്പ് ഈ ടൈറ്റിലയുടെ അകത്ത് പാർക്ക് ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പാർക്ക് ലൈറ്റിന് ഇതിൻ്റെ വയർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ വയർ കട്ട് ചെയ്ത് ഇതിനകത്തൊരു സോക്കറ്റ് ആക്കി നമുക്ക് പ്ലഗ്ഡ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് എക്സ്ട്രാ വയർ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ടൈറ്റിലയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട, ഓക്കെ, സാധനം വേണ്ട പക്ക സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. പാർക്ക് ലൈറ്റും കൊടുത്തേട്ടാ, ജസ്റ്റ് കത്തിച്ച് കാണിച്ചു തരാം. കണ്ട പാർക്ക് ലൈറ്റ് അടിപൊളിയല്ലേ, വെള്ള കളറാണ്, നൈസാണ്. വേഗത്തിൽ ലുക്ക് കണ്ട ഇങ്ങനെ വരും. നമ്മൾ ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്തല്ല ഇരിക്കുന്നത്, നിങ്ങൾ അറ്റത്താണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്പർ പ്ലേറ്റ് വയ്ക്കാൻ നേരത്ത് നമ്പർ പ്ലേറ്റ് ഇത്ര ഇതായിരിക്കും വരുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഒരുപാട് പുറത്തോട്ട് തള്ളി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇവിടുന്ന് അഴിച്ച് നമുക്ക് ചെറുതാക്കാൻ പറ്റും. അതിനുവേണ്ടി ഈ ഒരു അലങ്കി ബോൾട്ടാണ് കേട്ടോ. ഓക്കെ, ഈ അലങ്കി ബോൾട്ട് അടിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഫുൾ സെറ്റോടെ വരും. എന്നിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന ഈ ഒരു ഓവൽ ഷേപ്പ് കണക്കില്ലേ, അവിടെ വെച്ച് നമുക്ക് ഇൻഡിക്കേറ്റർ ടൈറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ടൈറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇവിടെ ഇൻഡിക്കേറ്റർ വെച്ചതേ ഉള്ളൂ. ഇവിടെ വെച്ച് നമുക്ക് ഇൻഡിക്കേറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് വയ്ക്കാം. ഇൻഡിക്കേറ്ററിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ വീതിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇഷ്ടമുള്ള ഭാഗത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ താണ്ട ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ അങ്ങോട്ടാക്കാം. അതേപോലെ രണ്ട് ഭാഗത്ത് ഇൻഡിക്കേറ്റർ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാഗിൽ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ പാർക്കിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇവിടെ കൂട്ടി വെച്ചൊരു ടൈം വെച്ച് കെട്ടി വെച്ച് അത് ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റായിട്ട് സെറ്റ് ചെയ്യണം. സംഭവം അടിപൊളി സ്ട്രോങ് ആണ് കേട്ടോ, പക്കയാണ്. പാർക്ക് ലൈറ്റ് വരുന്നതുകൊണ്ട് പക്ക ലുക്കുമാണ്. അപ്പോൾ നമ്പർ പ്ലേറ്റ് രാത്രി പോയാലും നമുക്ക് അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് അടിപൊളിയായിട്ട് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയതെന്ന് വിചാരിച്ചിട്ട് എടുത്തു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.